ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇറാൻ, അതേപോലെ മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ തുടരെ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് നമ്മൾ നോക്കിയത്. ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിലൂടെ ഇന്ന് നമ്മൾ ഇറാൻ യുദ്ധത്തിനെയും അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കാണാം. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. അപ്പോൾ അതിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്, അതിപ്പം ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് ഒരു ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഇൻറ്റൻ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. ഫിലിപ്പൈൻസിൻ്റെ ജനറൽ റോമിയോ എസ് ബ്രൗണർ ന്യൂഡൽഹി സന്ദർശിച്ചിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് ബ്രഹ്മോസിൻ്റെ വരവോടുകൂടി ഫിലിപ്പൈൻസിന് ഉണ്ടായ ഒരു ഡോമിനൻസ്, അത് ഫിലിപ്പൈൻസിൻ്റെ മുന്നിൽ കിടന്ന ആളാകുന്ന ചൈന. അപ്പം ചൈന ഇപ്പം ഇച്ചിരി അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത് ഇതിനകത്ത് ബ്രഹ്മോസ് മിസൈൽ എന്നുള്ള ഒരു പേടിയൊന്നുമല്ല. ശരിക്കും ഈ മിസൈലുകൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഡിപ്ലോമാറ്റിക് ഡീലുകളാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നാഷണൽ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ഇന്ത്യയുടെ മിസൈൽ ഫിലിപ്പൈൻസ് വാങ്ങിക്കുന്നുവെങ്കിൽ, മിസൈൽ വാങ്ങിക്കുന്നു അതൊരു കച്ചവടമാണ് എന്നതിലുപരിയായിട്ട് ഇന്ത്യയുമായിട്ട് ഫിലിപ്പൈൻസിന് ഡിഫൻസ് കോപ്പറേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മാറ്റർ. അപ്പോൾ ആ പ്രസക്തിയാണ് ചൈന മാനിക്കേണ്ടത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഫിലിപ്പൈൻസിനാണെങ്കിൽ ഇന്ത്യ മാത്രമല്ല അമേരിക്കയും ഇടപെടും. അമേരിക്കയുടെ വാർഷിപ്പുകൾ പലതവണ അതിലെ കടന്നു പോകാറുണ്ട്, സൗത്ത് ചൈന സീ വഴിയൊക്കെ. ഇതിനെയാണ് അമേരിക്ക ഇൻഡോ പസഫിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ ഇവർക്കൊക്കെ നിർണായക പങ്കാളിത്തമുണ്ട് ഈ മേഖലയിൽ, ഇൻഡോ പസഫിക്കിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പം ഇന്തോനേഷ്യയുമായിട്ട് നമ്മൾ അടുത്ത ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ബ്രഹ്മോസിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാം. റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ കൺട്രോൾ സിസ്റ്റം, റഫേൽ ബി ഫൈറ്റർ ജെറ്റിൻ്റെ കൺട്രോൾ സിസ്റ്റം നിർമ്മിക്കാനുള്ള കോൺട്രാക്റ്റ് ഒരു ഇന്ത്യൻ കമ്പനി ഡസാൾട്ട് എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ഹൈക്കൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ കോൺട്രാക്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഫ്രാൻസുമായിട്ട് ചെയ്ത റഫേൽ ഡീലിൽ നിന്നും പുതിയ SME സെക്ടറുകളിലേക്കുള്ള ആ വികസനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റും കൂടിയാണിത്. കാരണം നമ്മൾ ഒരു റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ളതിലുപരിയായിട്ട് പണ്ടത്തെ പോലെ നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ ഫോറിനിൽ നിന്നും ഇങ്ങ് വാങ്ങുക എന്നുള്ളതിലല്ല, എന്നുള്ള മാതൃകയിലല്ല ഇത്തവണത്തെ റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഡസാൾട്ടിന് ഉറപ്പായിട്ട് അറിയാം, അവർ ഇന്ത്യക്കുള്ളിൽ MRO ഫെസിലിറ്റി നടത്തുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 60% ഇന്ത്യക്ക് വേണ്ടി തന്നെയുള്ള റഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ അവൈലബിൾ ആക്കേണ്ടത് അവരുടെയും കൂടി ഒരു ദൗത്യമാണ്. കാരണം എന്താണ്, അവർക്ക് ഈ ഐറ്റം ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇന്ത്യക്കുള്ളിൽ തന്നെ ലോക്കൽ പ്രൊഡക്ഷനിൽ തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത്രമാത്രം അത് ഹെൽപ്ഫുൾ ആവും. അത് ഇറക്കുമതി ചെയ്തുകൊണ്ടുള്ള അത്തരം കോസ്റ്റുകളൊക്കെ അവർക്ക് കുറയ്ക്കാം. അപ്പോൾ അവർ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇന്ത്യക്കുള്ളിൽ അത് നിർമ്മിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർക്ക് എഗ്രിമെൻറ്റ് ചെയ്ത തുകയിൽ നിന്നും എത്രമാത്രം കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് പ്രോഡക്റ്റ് നിർമ്മിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം അതിനകത്ത് ലാഭമുണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ശൈലിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അതിൽ നിന്നും ഇന്ത്യയിലുള്ളൊരു കമ്പനിക്ക് ഒരു കോൺട്രാക്റ്റ് കിട്ടുന്നു. ഇതേപോലെ പല കമ്പനികൾക്കും ഇനി കോൺട്രാക്റ്റുകൾ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. സിപ്രി എന്ന് വിളിക്കുന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഫൗണ്ടേഷൻ, ഈ സിപ്രി എന്ന് പറഞ്ഞ ഈ സ്ഥാപനം പല സർവേകൾ നടത്താറുണ്ട്. അപ്പോൾ അതിലിപ്പോൾ അവർ റീസെൻ്റ് ആയിട്ട് നടത്തിയ ഒരു സർവേയിൽ ചൈനയുടെ 61% ആംസ് സെയിൽ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലോട്ടാണ്. ഇതൊരു പരിധി വരെ കിട്ടാക്കടനും കൂടിയാണ്. അപ്പോൾ അവർ നഷ്ടത്തിന് ആയുധം വിറ്റുകൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്ന കച്ചവടങ്ങളാണ് എപ്പോഴും പാകിസ്ഥാനുമായിട്ട് അവർ ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ എന്ന് പറഞ്ഞൊരു വൻ ശക്തി. കാരണം അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ഏഷ്യൻ സൈഡിൽ വളർന്നു വരുന്ന ഒരു വൻ ശക്തിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ ഏത് വിധേനയും ചെറുക്കുക എന്നുള്ളതാണ് ചൈനയുടെ തന്ത്രം. അപ്പോൾ അത് ഏത് വിധേനയും അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനിന് കൊടുക്കുന്ന ഈ ആയുധങ്ങളൊന്നും തന്നെ പാകിസ്ഥാന് കൊടുക്കുന്നു എന്നല്ല അവർ കരുതുന്നത്. പാകിസ്ഥാനെ അവരുടെ വശത്താക്കിക്കൊണ്ട് ഈ പാകിസ്ഥാന്റെ ലാൻഡ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അവർ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ 5 പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഈ ആയുധങ്ങൾ 61% ഇവരുടെ ഡിഫൻസ് പ്രോഡക്റ്റ് പാകിസ്ഥാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ചൈനയുടെ ഡിഫൻസ് പർച്ചേസ് ലിസ്റ്റിൽ പാകിസ്ഥാൻ നമ്പർ 1 ആണ്. കാരണം 61% ആയുധം പാകിസ്ഥാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രാൻസാക്ഷണൽ ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും ചോദിക്കരുത്, അത് പലപ്പോഴും ക്രെഡിറ്റ് നോട്ടാണ്. ഇതാണ് സിപ്രിയുടെ സർവേയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഐഡിയ ഫോർജ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ കമ്പനിക്ക് ഒരു സിസ്റ്റർ കൺസേൺ ഉണ്ട്, അത് ഐഡിയ ഫോർജ് ഇങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ഈ രണ്ടും ഒരേ കമ്പനി തന്നെയാണ്. അപ്പോൾ ഈ കമ്പനി അമേരിക്കയിൽ നാറ്റോ സഖ്യത്തിന്
ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട് ഹോം ഗ്രൗണ്ട് ഡിഫൻസ് ടെക് എന്നുള്ള വിഷയത്തിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇന്ത്യയുടെ ടീം നാറ്റോ രാജ്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. മാർച്ച് 9 ഇന്നലെയാണ് UAV ഫ്ലൈറ്റ് ടെസ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നടത്തുന്നത് NTPS എന്ന് പറയും. NTPS എന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂൾ ഇൻ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത് ത്രൂ ആണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നാറ്റോ രാജ്യങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. ആ വിദ്യാർത്ഥികൾക്കാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റുഡൻസ് ആയിട്ട് നിന്ന് പഠിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. ഇവരൊക്കെ ഡിഫൻസ് മേഖലയിലുള്ള ആൾക്കാർക്ക് അമേരിക്കയിൽ, അതായത് നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കും അമേരിക്ക. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ കമ്പനിയെ സമീപിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും കൂടി ചേർന്ന് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം CDS അനിൽ ചൗഹാനും ഉണ്ട്, നമ്മുടെ ആർമിയുടെ. ഡിസ്കഷൻ വേറെ ഒന്നുമില്ല, വെസ്റ്റ് ഏഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ആ കോൺഫ്ലിക്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കഷൻ നടന്നത്. ഡിസ്കഷൻ കോൺഫിഡൻഷ്യൽ ആയിരുന്നു. പക്ഷേ പാർലമെന്റിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്കഷനെ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കാം. പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള ഒരു വ്യക്തികളെയും നമ്മൾ വെസ്റ്റ് ഏഷ്യയിൽ അങ്ങനെ തനിച്ചാക്കില്ല. അതായത് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് അത് എല്ലാ മാർഗങ്ങളും തേടുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏത് വിധേനയും ശരിക്കും മറ്റു പല രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ആവാം, നെയ്ബർ കൺട്രി ത്രൂ ആവാം, എങ്ങനെയെങ്കിലും അവരെ ഇവാക്യുവേറ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ള നടപടികൾ ചെയ്യുമെന്നാണ് പാർലമെന്റിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞത്. അപ്പോൾ NSA അജിത് ഡോവലും അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും CDS അനിൽ ചൗഹാനും കൂടി ഒരുമിച്ച് നടത്തിയ ചർച്ചയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് ഇൻവോൾവ് ആകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ആയിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ട് വെളിയിൽ. പക്ഷേ അത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കമൻ്റ് ഒന്നും പറയാനില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ ഇന്ത്യ എടുക്കും. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് UAE കാര്യത്തിലൊക്കെയാണ് ഈ തീരുമാനം ഇന്ത്യക്കുള്ളത്. ട്രൈ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഷെയ്സൽസ് എന്ന് പറഞ്ഞ രാജ്യം ഈ ട്രൈ സർവീസ് ഡ്രില്ലിൽ പങ്കെടുക്കുകയാണ്. മാർച്ച് 9 തുടങ്ങി 20 അവസാനിക്കാനിരിക്കുന്ന ഒരു ഡ്രില്ലാണിത്. ഇതിൽ സെയ്ഷൽസ് മാത്രമല്ല ജപ്പാൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുവിധപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് പങ്കെടുക്കും. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ടൈം ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈന ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായിട്ടുള്ള മുജ്തബ ഖൊമേനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഷാ ഭരണകൂടത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന റൈസ പേലവി, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് പുതിയ പുതിയ നേതാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പുതിയ നേതാക്കളെ ഒരിക്കലും അനുകൂലിക്കരുത്. ഈ IRGC ഭരണകൂടത്തിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഇതിനു മുമ്പിരുന്ന ഖൊമൈനി ആയാലും ശരി, അത് കഴിഞ്ഞിട്ട് വന്ന ഖമനേയി ആയാലും ശരി, ഇപ്പോൾ വരുന്ന മുജ്തബ ഖമനേയി ആയാലും ശരി തന്നെ, ഇവർക്കെല്ലാവർക്കും ഉള്ളത് ഒരേ നിലപാടാണ്. ഇപ്പോൾ ഈ മുജ്തബ ഖമനേയി എന്ന് പറയുന്നത് ഖമനേയിയേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ട് തീരുമാനമെടുക്കുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇയാളെ അനുകൂലിച്ചും ഇയാളെ എതിർത്തും ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇറാൻ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. പ്രതിഷേധിക്കുന്ന ആൾക്കാരുടെ വീട്, സ്വത്തുവകകളെല്ലാം തന്നെ കണ്ടുകെട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അറ്റാച്ച് ചെയ്യും, ഉറപ്പാണ്. അങ്ങനത്തെ നിയമങ്ങൾ, കർശനമായിട്ടുള്ള നിയമങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിഷേധം ഉണ്ടാവാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനുള്ള എല്ലാ വഴികളും IRGC തിരയുന്നുണ്ട്. അതുമാത്രമല്ല IRGCയുടെ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമം ഇപ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രൊട്ടസ്റ്റും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധിയാവും ഇറാനിന്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിയമങ്ങൾ അവർ ഇറക്കുന്നത്. ഈ വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, ഈ പറയാൻ പോകുന്ന വാർത്ത. ഇത് ശരിക്കും ഇന്ത്യ റഷ്യ എണ്ണ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്ക് എന്തോ 1 month ഗ്രേസ് പീരിയഡ് കൊടുത്തതായിട്ടുള്ള വാർത്തകൾ ഇവിടെ എല്ലാം പരക്കെ നമ്മൾ വായിക്കേണ്ടായി. പല മാധ്യമങ്ങളും എടുത്ത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അമേരിക്കയുടെ ജസ്റ്റ് നാടകങ്ങൾ മാത്രമാണ്, അവരുടെ പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രം അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കമൻറ്റ് പാസ്സാക്കിയിട്ടില്ല. ഇന്ത്യ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടരെ ഇന്ത്യ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും റഷ്യൻ ഓയിൽ നിർത്തിയിട്ടില്ല. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ്. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? 100 മില്യൺ ബാരൽ എങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങണം. ഇത് അമേരിക്കയുടെ ഇന്ത്യയോടുള്ള കാലുപിടുത്തമാണ്.
അതായത് റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പൊ ഇന്ത്യ എടുത്ത് പറയുകയാണ് 100 മില്യൺ ബാരൽ നിങ്ങൾ വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ വാർത്ത തുടരെ കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജോ ബൈഡൻ ഉക്രൈൻ വാറിൽ എൻഗേജ്ഡ് ആയിരുന്ന സമയത്ത് എന്താണോ ഇന്ത്യയോട് ചെയ്തത് അതേ പ്രവൃത്തി ട്രംപിന് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ വാർത്ത റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്താണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ നിലവിൽ ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ എൻഗേജ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അന്ന് ഉക്രൈനുമായിട്ടുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഇന്ത്യയെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചത് അതുപോലത്തെ പ്രവൃത്തിയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇന്ത്യക്ക് മേലിൽ വരുന്നത്. ഇന്ത്യ 100 മില്യൺ ബാരൽ വാങ്ങിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ത്യ നിലവിൽ എന്താണോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു തരത്തിലും കുറയ്ക്കാൻ പോകുന്നില്ല. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അല്ലാതെ അമേരിക്ക പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 100 മില്യൺ ബാരൽ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. അങ്ങനെ 100 മില്യൺ ബാരൽ വാങ്ങിക്കുന്നെങ്കിൽ അതൊരു ലോങ് ടേം കോൺട്രാക്ട് ആവും. ഇന്ത്യ എപ്പോഴും ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഈ സ്റ്റേറ്റ്മെന്റിന് എതിരെ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ട്രംപ് ഇന്ത്യക്ക് നിബന്ധനകളാണോ വെക്കുന്നത്, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ കാല് പിടിക്കുകയാണോ? ഇന്ത്യ എന്ന് പറയുന്നത് 85% എനർജി ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യത്തിനെ വെച്ചിട്ടാണ് മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റ് ചലിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന എണ്ണ വില ഇപ്പം നിങ്ങൾ നോക്കൂ, $120 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂപ്പുകുത്തി കിടക്കാണ്. ഇന്ത്യയൊക്കെ ശരിക്കും പറഞ്ഞാൽ 230 പോയിന്റ് ഡൗൺ ആണ്. നിഫ്റ്റി ആണെങ്കിൽ 700 പോയിന്റ് ഡൗൺ ആണ്. റുപ്പിയുടെ മൂല്യം ഡോളറിനെതിരെ 92 മാറിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ തകർച്ച, ജപ്പാനിൽ തകർച്ച, ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ആണ് വെസ്റ്റ് ഏഷ്യയിൽ. അപ്പം ഇതിന് എന്താണ് സൊല്യൂഷൻ? ഇതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ നിന്നും ക്രൂഡ് ഓയിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് യൂറോപ്പ് ഇതിനൊരു സൊല്യൂഷനായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ യൂറോപ്പിന് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം അത്തരത്തിൽ പല രാജ്യങ്ങളും ഇപ്പം അവരുടെ സ്റ്റോക്കിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഗ്യാസിന് പ്രശ്നമുണ്ടാവും. ഗ്യാസിന് പ്രശ്നമുണ്ടാകുന്ന പറഞ്ഞാൽ ഗ്യാസ് അങ്ങനെ സ്റ്റോക്കില്ല. ഇന്ത്യയിലും ഗ്യാസിന് പ്രശ്നമുണ്ടാവും, വില കൂടാനുള്ള സാധ്യതയുണ്ട് ഗ്യാസിന്, LPGക്ക്. നേരെ മറിച്ച് ഓയിലിനാണെങ്കിൽ നമുക്കൊരു 3 മാസം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, വേണ്ടോളം വാങ്ങിക്കാം. പിന്നെ റഷ്യ ആണെങ്കിൽ ഫിക്സ്ഡ് പ്രൈസ് ഇട്ട് നോട്ടീസ് അടിച്ചിരിക്കുകയാണ്. ഡിസ്കൗണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. അതായത് ഓൾറെഡി ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അതിന് പുറമെ പുതിയതായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് വെച്ച് ഇപ്പോൾ ഇറക്കുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കൗണ്ട് ഡിസ്കഷൻ ഇനി റഷ്യയുമായിട്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു നെഗോസിയേഷനിൽ അത്ര ഡോമിനേഷൻ ഇന്ത്യക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിലവിലുള്ള അന്തരീക്ഷം ഇങ്ങനെയാണ്. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റത്തില്ല. അത് ഒരിക്കലും പറ്റത്തില്ല. അത് അവർക്ക് വേണമെങ്കിൽ വെറുതെ പബ്ലിക് സ്റ്റണ്ടായിട്ട് മൈക്കിൻ്റെ മുന്നിൽ കൂടെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള കരോലിന ലെവിറ്റിനെ വെച്ചിട്ട് വിളിച്ച് പറയാം, അല്ലെങ്കിൽ സ്കോട്ട് ബെസന്റിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവർക്ക് അവരുടെ ഫോക്സ് ന്യൂസ് പോലത്തെ ചാനലുകളിൽ ഇരുന്ന് പറയാം. പക്ഷേ ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ്. കാരണം നമ്മൾ മാസീവ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്, നമുക്ക് ഇവിടെ കമ്മോഡിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം എടുക്കുന്ന തീരുമാനം ആഗോളതലത്തിൽ എണ്ണ വിലയെ സ്വാധീനിക്കും എന്നുള്ളത് ട്രംപിന്റെ ഇപ്പോഴത്തെ തിരിച്ചറിവ്. ഇപ്പോഴെങ്കിലും ആ തിരിച്ചറിവ് വന്നത് നന്നായി. ഈ പ്രശ്നം തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യ എടുക്കുന്ന തീരുമാനം എണ്ണ വിലയെ ബാധിക്കും. യുദ്ധം ഉണ്ടെങ്കിലും യുദ്ധമില്ലെങ്കിലും എണ്ണ വിലയെ ബാധിക്കും. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.